എജ്യൂ സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഓണം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏതാണ്? 5ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യ ശാസ്ത്രം. മലയാളത്തിലും നമ്മൾ നോക്കുന്നുണ്ട്, ഇംഗ്ലീഷിലും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിക്കിയുടെയും അപ്പുവിൻ്റെയും സംഭാഷണ ഭാഗം നിരീക്ഷിക്കുക. അപ്പോൾ ഇവിടെ ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ സംശയം എന്താന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും? ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? അപ്പോൾ അടുത്ത കുട്ടി പറയാണ്, നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്ന എനിക്ക് തോന്നണേ അല്ലേ. അപ്പോൾ വേറെ കുട്ടി പറഞ്ഞത് എന്താണ്? നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്ന എനിക്ക് തോന്നുന്നേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഗ്രാമജീവിതം ഇഷ്ടപ്പെടുന്നവരെയും നഗരജീവിതം ഇഷ്ടപ്പെടുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. ഗ്രാമജീവിതത്തിൻ്റെയും നഗരജീവിതത്തിൻ്റെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഗ്രാമജീവിതത്തിൻ്റെയും നഗരജീവിതത്തിൻ്റെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു താരതമ്യക്കുറിപ്പാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ചോദ്യം എങ്ങനെയാണ്? I liked this place very much, but I have a doubt. Won't you feel bored without good network coverage and Wi-Fi connectivity? What will you do if you wish to play a game? How do you feel happy without any games? If we were in the city, we could have done many things. അടുത്ത കുട്ടി എന്താണ് പറയുന്നത്? I think this place is more interesting than the city. First question, there are people who like village life and those who like city life. Prepare a note on the peculiarities of village life and city life. സിറ്റി ലൈഫിനെയും വില്ലേജ് ലൈഫിനെയും കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഗ്രാമജീവിതം. അപ്പോൾ ഗ്രാമജീവിതം നഗരജീവിതം തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രാമജീവിതം എങ്ങനെയാണ്? പ്രകൃതി സൗന്ദര്യമുള്ളതാണ്, ശുദ്ധവായു, സമാധാനപരമായ അന്തരീക്ഷം അല്ലേ. പ്രകൃതി സൗന്ദര്യം, ശുദ്ധവായു, സമാധാനപരമായ അന്തരീക്ഷം. കൃഷിയാണ് പ്രധാന തൊഴിൽ. അപ്പോൾ ഗ്രാമജീവിതത്തിൽ കൃഷിയാണ് പ്രധാന തൊഴിൽ. നാട്ടുവിപണികളിൽ ചന്ത സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നു. പരമ്പരാഗത കളികളും കലാരൂപങ്ങളും, കുടിവെള്ളം, ആശുപത്രി, ഗതാഗത സൗകര്യങ്ങൾ തുടങ്ങിയ ചില കാര്യങ്ങളിലുള്ള കുറവ്, ഇതൊക്കെയാണ് ഗ്രാമജീവിതത്തിലുള്ളത്. നഗരജീവിതത്തിലോ വമ്പിച്ച കെട്ടിടങ്ങൾ, റോഡുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പിന്നെ മികച്ച ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്, വിനോദ കേന്ദ്രങ്ങളുണ്ട്. ഗതാഗത സൗകര്യങ്ങൾ, ബസ്, ട്രെയിന്, മെട്രോ, ഇതെല്ലാം ഉണ്ട്. തിരക്കും മലിനീകരണവും കൂടുതലാണ്, കൂടുതൽ തൊഴിൽ അവസരങ്ങൾ. അപ്പം ഇങ്ങനെ വേണം എന്തെഴുതേണ്ടത് നമുക്ക് ഗ്രാമജീവിതത്തിനും നഗരജീവിതത്തിനെ കുറിച്ച് എഴുതാൻ. ഇനി ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. വില്ലേജ് ലൈഫ്. Villages are surrounded by natural beauties like fields, trees and rivers. People most depend on farming and related work. Fresh air, clean environment, peaceful surroundings. Traditional games and cultural activities and local festivals. Weekly markets for buying and selling local goods. Simple lifestyle but limited facilities like internet, big hospital or entertainment. ഇതാണ് village life. Cities have modern facilities like malls, theatres, hospitals, school and office. Better transport facilities like bus, train, metro. More job opportunities in industries and offices. People depend more on modern technology and entertainment. Life is busy, crowded and noisy. അപ്പം ഇതിൽ ഇത്രയും എഴുതണമെന്നില്ല, കുറച്ച് എഴുതിയാൽ മതി. പീലിയുടെ ഗ്രാമത്തിൽ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ വില്ലേജ് ലൈഫും സിറ്റി ലൈഫിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ വന്നത്. ഇനി നമുക്ക് അടുത്ത ബി പാർട്ടിലേക്ക് പോകാം. അടുത്ത ചോദ്യം, പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിച്ച സന്തോഷാനുഭവങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ, എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്നു. രണ്ടാമത്തത് മനോഹരമായ ഭൂപ്രകൃതിയാണ്. ഇതൊക്കെ കറക്റ്റ് അല്ലേ? ശരിയാണ് അല്ലേ? പിന്നെന്താണ്? മനോഹരമായ ഭൂപ്രകൃതിയാണ്, ഇത് ശരിയാണ്. അതുപോലെ മനോഹരമായ ഭൂപ്രകൃതിയാണ്, വിശാലമായ കളിസ്ഥലമുണ്ട്.
ഇൻ്റർനെറ്റും വൈഫൈ സൗകര്യവും ഇല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ വരിക. ഇൻ്റർനെറ്റും വൈഫൈ സൗകര്യവും ഇല്ല. ഇംഗ്ലീഷിൽ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പെക്യുലാരിറ്റി ഓഫ് ബീലീസ് വില്ലേജ്? വില്ലേജസ് ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ് ഇൻ വീക്ക്ലി മാർക്കറ്റ്. അത് ശരിയാണ് അല്ലേ. പിന്നെ ദർ ആർ മെനി പോണ്ട്സ് ടു പ്രാക്ടീസ് സ്വിമ്മിങ്. അതും ശരി. ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻസ് ആർ ഹെൽഡ് ഇൻ പ്ലഫ്ഡ് ഫീൽഡ്. അതും ശരി. ക്വിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ടു റീച്ച് ഡിഫറെൻറ്റ് പ്ലേസസ്. അതല്ലേ. ക്വിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടോ? ഇല്ല. ക്വിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1A അല്ലെങ്കിൽ 1B ആണ്. 1A എഴുതാത്തവർ ഇത് എഴുതിയാൽ മതി. ഹൗ ഹാപ്പി ഐ ആം ടു സീ ദം എൻജോയ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വി ആർ ഫെമിലിയർ വിത്ത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ലൈക്ക് മീനു. പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. പ്രിപ്പയർ എ നോട്ട് ഷെയറിംഗ് ദ മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ് യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്, സ്കൂൾ ആൻഡ് സൊസൈറ്റി. അപ്പോൾ മീനുവിന് എണീച്ച് നടക്കാൻ പറ്റാത്ത കുട്ടിയാണ് അല്ലേ, വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വെച്ചിട്ട് ഒരു നോട്ട്, ഷെയറിംഗ് നോട്ട്. അപ്പോൾ എല്ലാവരുടെയും സന്തോഷത്തിനെ കുറിച്ച് എഴുതാനാണ് അവിടെ കണ്ടോ. മീനുവിനെ പോലെ ശാരീരിക പരിമിതികൾ നേരിടുന്ന കുട്ടികളെ നമുക്ക് പരിചിതമാണല്ലോ. ജീവിതത്തിലെ സന്തോഷാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. കുടുംബത്തിലും സ്കൂളിലും സമൂഹത്തിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സന്തോഷാനുഭവങ്ങൾ പങ്കുവെച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മീനുവിനെ വെച്ചിട്ട് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ കുടുംബത്തോടും സമയം ചെലവഴിക്കാനാണ് വേണമെങ്കിൽ ഞാൻ ഏറ്റവും സന്തോഷവാനായിരിക്കുന്നത്. എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും നൽകുന്ന സ്നേഹവും പിന്തുണയും എനിക്ക് വലിയ സന്തോഷം നൽകുന്നു. അവരോടൊപ്പം കളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതണ്ട, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ. ഇപ്പോൾ അതുപോലെ എൻ്റെ സ്കൂളിൽ എനിക്ക് പുതിയ കൂട്ടുകാരായിട്ട് കുറച്ച് കുട്ടികളെ കിട്ടി, അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും കൂട്ടുകാരുമായി ഇടപഴകാനും സാധിക്കുന്നത് സ്കൂളിലെ സന്തോഷാനുഭവങ്ങളാണ്. പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും അധ്യാപകരിൽ നിന്നും പ്രോത്സാഹനം ലഭിക്കുമ്പോഴും എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാം. കൂട്ടുകാരുമായി കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും എൻ്റെ ദിനങ്ങൾ കൂടുതൽ മനോഹരമാകാറുണ്ട്. ഓക്കെ. ഇനി സമൂഹത്തിൽ നിന്ന് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും എനിക്ക് വലിയ സംതൃപ്തിയും സന്തോഷവും ലഭിക്കാറുണ്ട്. ഒരു പുഞ്ചിരി നൽകുന്നതിലൂടെയോ ഒരു നല്ല വാക്ക് പറയുന്നതിലൂടെയോ മറ്റൊരാൾക്ക് സന്തോഷം നൽകാൻ കഴിയുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങളായി മാറാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണോ എഴുതുന്നത് നിങ്ങളുടെ രീതിയിൽ എഴുതുക. കുറച്ച് ചെറിയൊരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞാൽ, ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു ചെറിയൊരു കുറിപ്പ് എഴുതാൻ. ഓക്കെ. ഇനി അടുത്തത്, പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിച്ച സന്തോഷാനുഭവങ്ങളിൽ പെടാത്തത് ഏതാണ്? പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിച്ച സന്തോഷാനുഭവങ്ങളിൽ എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്നു അല്ലേ, അത് ശരിയാണ്. മനോഹരമായ ഭൂപ്രകൃതിയാണ്, അത് ശരിയാണ്. വിശാലമായ കളിസ്ഥലമാണ്. ഇൻ്റർനെറ്റും വൈഫൈ സൗകര്യവും കിട്ടിയിരുന്നോ? ഇല്ല. അപ്പം ആൻസർ ഏതാണ്? ഡി ആണ് ഇവിടുത്തെ ആൻസർ. പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിച്ച സന്തോഷാനുഭവങ്ങളിൽ പെടാത്തത് ഇൻ്റർനെറ്റും വൈഫൈ സൗകര്യവുമാണ്. അപ്പോൾ ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഹാപ്പി എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ ഫ്രം പീലീസ് വില്ലേജ്? എവരിവൺ ലീവ്സ് ടുഗദർ ഇൻ യൂണിറ്റി, അത് ശരിയാണ്. ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്, വാസ്റ്റ് പ്ലേ ഗ്രൗണ്ട്, വലിയൊരു പ്ലേ ഗ്രൗണ്ടാണുള്ളത്. ഫെസിലിറ്റീസ് ലൈക്ക് ഇൻ്റർനെറ്റ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി. അപ്പോൾ ആൻസർ ഏതാണ്? ഡി ആണ്. ലൈക്ക് ഇൻ്റർനെറ്റും വൈഫൈ കണക്ടിവിറ്റിയും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അടുത്ത ചോദ്യം, തീ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതും കൃഷിയുടെ ആരംഭവും ആദിമ മനുഷ്യരുടെ ജീവിത പുരോഗതിയിലെ സുപ്രധാന ഘടകമായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, തീയുടെ ഉപയോഗം ആദിമ മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. തീ കൊണ്ടുവന്നപ്പോൾ ആദിമ മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കിയ മാറ്റം എഴുതാനാണ്, ഒരു കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ, ദ മാസ്റ്ററി ഓഫ് യൂസിങ് ഫയർ ഇൻ എ കൺട്രോൾഡ് മാനർ ആൻഡ് ദ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് മൈൽസ്റ്റോൺസ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് ഏർലി ഹ്യൂമൻസ്. റൈറ്റ് എ നോട്ട് ഓൺ ദ ചേഞ്ചസ് ദാറ്റ് വർ ബ്രോട്ട് ഇൻ ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഏർലി ഹ്യൂമൻസ് ഫ്രം ദ യൂസ് ഓഫ് ഫയർ. ഫയർ ഉപയോഗിച്ചപ്പോൾ ഏർലി ഹ്യൂമൻസിനുണ്ടായ മാറ്റങ്ങൾ, ഫുഡ് ഹാബിറ്റ്സിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? വേവിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അല്ലേ, ചുട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി.
തീ ഉപയോഗിച്ച് മാംസവും കിഴങ്ങുകളും പോലുള്ള ഭക്ഷണ സാധനങ്ങൾ വേവിച്ച് കഴിക്കാൻ തുടങ്ങി. ഇത് ദഹനം അവരെ എളുപ്പമാക്കിയില്ലേ, ദഹനം എളുപ്പമാക്കി അല്ലേ. അപ്പോൾ വേവിച്ചിട്ടാണ് ആദ്യ മനുഷ്യർ വേവിച്ചിട്ടല്ലായിരുന്നു കഴിച്ചിരുന്നത്. തീ വന്നപ്പോഴാണ് അവർ ചുട്ട് കഴിക്കാൻ തുടങ്ങിയത്. പിന്നെന്താണ്? രുചി വർധനവ്, വേവിച്ച ഭക്ഷണത്തിന് കൂടുതൽ രുചി ഉണ്ടായി. പിന്നെ വിഷാംശം ഇല്ലാതാക്കാൻ സാധിച്ചു. ചില വിഷമുള്ള സസ്യഭാഗങ്ങൾ തീയിൽ വേവിച്ച് വിഷാംശം ഇല്ലാതാക്കി ഭക്ഷ്യയോഗ്യമാക്കി. ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് അറിയുന്നതൊക്കെ എഴുതാം. ഭക്ഷണം സൂക്ഷിക്കൽ, പുകച്ച് സൂക്ഷിക്കുന്നതിലൂടെ ഭക്ഷണം കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിച്ചു. പുതിയ ഭക്ഷണങ്ങൾ, തീയുടെ സഹായത്തോടെ പുതിയ തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാനും കഴിക്കാനും സാധിച്ചു. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതണം? ഇത്രയൊന്നും എഴുതണ്ട കേട്ടോ. കുക്കിംഗ് അല്ലെ, കുക്കിംഗ് ഫുഡ്, അവർ കുക്ക് ചെയ്യാൻ തുടങ്ങി. കുക്കിംഗ് ഫുഡ്. ഫയർ അലൗഡ് ഏർലി ഹ്യൂമൻസ് ടു കുക്ക് ദെയർ ഫുഡ്, മേക്കിംഗ് ഇറ്റ് സോഫ്റ്റർ, ഈസിയർ ആൻഡ് ടു ചൂ ആൻഡ് ഡൈജസ്റ്റ് ആൻഡ് മോർ പാലറ്റബിൾ. അപ്പോൾ എന്താണ്? കുക്കിംഗ് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഹ്യൂമൻ ടു കുക്ക് ദെയർ ഫുഡ്, അത്രയും മതി. പിന്നെ എന്താണ്? ന്യൂട്രീഷണൽ വാല്യൂ, കുക്കിംഗ് ബ്രോക്ക് ഡൗൺ കോംപ്ലക്സ് മോളിക്യൂൾസ് ഇൻ ഫുഡ്, അതൊന്നും വേണ്ട, ചെറുതായിട്ട് എഴുതാൻ മതി. ഫുഡ് പ്രിസർവേഷൻ, ദേ സ്റ്റാർട്ടഡ് ടു പ്രിസർവ് ഫുഡ്. സോഷ്യൽ ഈറ്റിംഗ്, ഒരുമിച്ച് ഷെയർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. റെഡ്യൂസ്ഡ് റിസ്ക് ഓഫ് ഇൽനെസ്, ചില ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ ഉള്ള സാധനം വേവിച്ച് കഴിച്ചപ്പോൾ അവർക്ക് അസുഖങ്ങളൊക്കെ കുറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് എടുത്ത് എഴുതാട്ടോ. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ. ആദ്യകാല മനുഷ്യൻ കൃഷിയിടങ്ങൾക്ക് സമീപത്താണ് സ്ഥിരവാസം ആരംഭിച്ചത്. മനുഷ്യ ജീവിതത്തിൽ അതിൻ്റെ ഫലമായി ഉണ്ടായ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നു. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഇതിലേതാണ് ആൻസർ? അപ്പോൾ ഏതാണ് ആൻസർ? ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നു, ഇതാണ്. അപ്പോൾ എന്താണ് ചോദ്യം? നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നോ? ഇല്ല അല്ലേ. കൃഷിയിടങ്ങളിൽ സംരക്ഷിക്കാൻ സാധിച്ചു, അത് ശരിയാണ്. വസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഇത് 3 ശരിയാണ്. ബി ആണ് അപ്പോൾ ആൻസർ കേട്ടോ. ഇംഗ്ലീഷിൽ ഏതാണ്? ദേ വാണ്ടേർഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്, അതാണ് ആൻസർ. ബി ആണ് ആൻസർ. ഏർലി ഹ്യൂമൻ സെറ്റിൽഡ് നിയർ അഗ്രികൾച്ചർ ഫീൽഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിസൾട്ട് ഓഫ് ദിസ്? ആൻസർ ഏതാണ്? ദേ വാണ്ടേർഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ആൻസർ ദേ വാണ്ടേർഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ആണ്. ദേ വാണ്ടേർഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ആൻസർ ദേ വാണ്ടേർഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്, ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഹെഡിങ്. Kottayam becomes the first district without extreme poverty. Plans to make Kerala a state without extreme poverty is nearing the goal. List and tabulate the ideas to be presented in a speech at school on the topic reasons and remedies for poverty and starvation. ചോദ്യം എന്താണ്? അതിദരിദ്രർ ഇല്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തന പദ്ധതി ലക്ഷ്യത്തിലേക്ക്. ചോദ്യം. ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്കൂളിൽ നടക്കുന്ന പ്രസംഗത്തിൽ അവതരിപ്പിക്കാനുള്ള ആശയങ്ങൾ പട്ടികപ്പെടുത്തുക. അപ്പോൾ ആശയങ്ങളാണ് പട്ടികപ്പെടുത്തേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാരണങ്ങളും എഴുതണം, അതുപോലെ അതിൻ്റെ പരിഹാരങ്ങളും നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ കാരണങ്ങൾ എന്താ നമുക്ക് നോക്കാം. അസമത്വം എന്ന് പറഞ്ഞാൽ വരുമാനത്തിലെയും സമ്പത്തിലെയും വലിയ അസമത്വങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു അല്ലേ. അസമത്വം, വരുമാനത്തിനും സമ്പത്തിനും എന്താണ്, എല്ലാവരുടെ കയ്യിലും ഒരുപോലെയാണോ വരുമാനം ഉള്ളത്? വരുമാനം കിട്ടുന്നതും അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള സമ്പത്തും ഒരുപോലെയല്ല. അപ്പോൾ അതിലുള്ള അസമത്വം കാരണമാണ് നമുക്ക് പോവേർട്ടിയിലേക്ക് പോകേണ്ടി വരുന്നത് അല്ലേ, ദാരിദ്ര്യത്തിലേക്ക് പോകേണ്ടി വരുന്നത്. പിന്നെ വിദ്യാഭ്യാസക്കുറവ്, മതിയായ വിദ്യാഭ്യാസമില്ലായ്മ നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമാകുന്നു അല്ലേ. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോഴും വിദ്യാഭ്യാസക്കുറവുണ്ട് അല്ലേ. വിദ്യാഭ്യാസക്കുറവുള്ളത് കൊണ്ടും തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമാകാറുണ്ട്. പിന്നെ തൊഴിലില്ലായ്മയും മതിയായ വരുമാനമില്ലായ്മയും പട്ടിണിക്ക് ഒരു പ്രധാന കാരണമാണ്. ആൾക്കാർക്ക് തൊഴിലില്ലായതുകൊണ്ട് കുറേ വരുമാനമില്ലാതാവും. അപ്പോൾ അവർക്ക് എന്താണ്, പട്ടിണിയിലേക്ക് അവർ പോകും. ഇനി രോഗങ്ങൾ, ഗുരുതരമായ രോഗങ്ങൾ ചികിത്സാ ചെലവുകളിലേക്കും വരുമാനം നഷ്ടപ്പെടുന്നതിലേക്കും നയിക്കുന്നു. കുറേ വലിയ ഗുരുതരമായ രോഗങ്ങൾ വന്നാൽ പിന്നെ ചികിത്സാ ചെലവ് കൂടും. അപ്പോൾ അങ്ങനെ വരുമാനം നഷ്ടപ്പെടുന്നതിലേക്കും നയിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, വരൾച്ച, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും കാണുന്നതാണ്. വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ കൃഷിയെയും ഉപജീവന മാർഗങ്ങളെയും നശിപ്പിക്കുന്നുണ്ട്. പിന്നെ ദുർഭരണം, അഴിമതി,
ദുർഭരണവും അഴിമതിയും വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ അഴിമതി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവിടെ കുറേ ആൾക്കാരിൽ കുറേ അട്ടി പൈസ എടുത്തു വെക്കേണ്ടി വരും. അപ്പോൾ കുറേ പാവപ്പെട്ടവർക്ക് പൈസയൊന്നും കിട്ടില്ല അല്ലേ. അപ്പോൾ അഴിമതി ചെയ്യുമ്പോഴും നമുക്ക് എന്താണ്, ദാരിദ്ര്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് അല്ലേ. പിന്നെ അതിനുള്ള പരിഹാരങ്ങൾ എന്താണ്? പരിഹാരങ്ങൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കണം അല്ലേ. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കണം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. പുതിയ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഏതെങ്കിലും പുതിയ വ്യവസായങ്ങൾ വന്നാൽ അത് കൂട്ടുനിൽക്കാതെ അത് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അല്ലേ. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ എന്തോരം വ്യവസായമാണ് അവർ ചെയ്യുന്നതെന്ന് അറിയോ. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മളെക്കാളും വെള്ളമില്ലാത്ത ആൾക്കാരാണ്, പക്ഷെ എന്നാൽ അവർ എന്ത് കൃഷിയാണെങ്കിലും വ്യവസായമാണെങ്കിലും എല്ലാം അവർ നന്നായി ചെയ്ത് അവർ നന്നായിട്ട് മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളവും അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. പിന്നെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, ദരിദ്രർക്ക് ആശ്വാസം നൽകുന്നതിനായി സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുക. പിന്നെ ആരോഗ്യം സംരക്ഷിക്കുക. എല്ലാവർക്കും താങ്ങാനാവുന്ന ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക. കൃഷി വികസിപ്പിക്കുക. ആധുനിക കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുകയും കർഷകർക്ക് സഹായം നൽകുകയും ചെയ്യുന്നു. പിന്നെ സുതാര്യമായ ഭരണം, അഴിമതി ഇല്ലാതാക്കുകയും സുതാര്യമായ ഭരണം ഉറപ്പാക്കുകയും ചെയ്യണം അല്ലേ. സുതാര്യമായ ഭരണം ഉറപ്പാക്കുകയും ചെയ്യണം അല്ലേ. അപ്പം ഇതാണ് പരിഹാരങ്ങളായിട്ട് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. ഇപ്പോൾ തന്നെ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പാർട്ട് 2 ചെയ്യാം. ഓക്കെ, താങ്ക് യു.